പാലുണ്ണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചിലവ് കുറഞ്ഞതും ഏറ്റവും ലളിതവുമായിട്ടുള്ള എഫക്റ്റീവായ 2 പാക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പാക്കിൽ ഞാൻ കാണിക്കുന്ന ആദ്യത്തെ പാക്ക് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ യൂസാക്കാൻ പറ്റിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന പാലുണ്ണി എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അരിമ്പാറയല്ല, പാലുണ്ണിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കാണെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് വന്ന സമയത്ത് ഈ കഴുത്തിന് ചുറ്റുമൊക്കെ പാലുണ്ണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഞാനത് മാറ്റിയിരുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിരുന്നത്. കുറേ മെത്തേഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിൽ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 പാക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് മാറ്റാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് റെമഡീസും കൂടെ പറഞ്ഞു തരാം. പാലുണ്ണി കൊണ്ട് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാക്കി വേദനിപ്പിക്കുകയല്ല, അത് കാണുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വേദന അതാണ് ഉണ്ടാകുന്നത് കേട്ടോ, വിഷമം ഉണ്ടാകാറുണ്ട്. അപ്പം സയൻസ് പരമായിട്ട് പാലുണ്ണിയെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ നമുക്കറിയാവുന്ന കുറച്ച് നാട്ടിലെ റെമഡീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് നാരങ്ങ വെച്ചിട്ടുള്ള മെത്തേഡാണ്. നാരങ്ങ നീര് പഞ്ഞിയിലോ ബഡ്സിലോ എന്തെങ്കിലും മുക്കിയിട്ട് സ്കിൻ ടാഗ് ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്കിൻ ടാഗ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡാർ വിനാഗിരി ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പഞ്ഞിയിലോ അല്ലെങ്കിൽ ബഡ്സിലോ മുക്കിയിട്ട് നമ്മുടെ സ്കിൻ ടാഗ് ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ആസിഡിൻ്റെ എഫക്റ്റ് മൂലം സ്കിൻ ടാഗ് പൊഴിഞ്ഞു പോയിക്കോളും. പപ്പായയുടെ ഇലയുണ്ടല്ലോ, ഇലയിൽ നിന്ന് വരുന്ന കറ നമുക്ക് സ്കിൻ ടാഗ് ഉള്ള ഭാഗങ്ങളിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 3 ദിവസം നിങ്ങളത് അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കിൻ ടാഗ് അടർന്നു പോയിക്കോളും കേട്ടോ. അടുത്ത 4ാമത്തെ ടിപ്പ് പറയുകയാണെങ്കിൽ ഇതാണ് ചിത്തിരപ്പാല. നാട്ടിൻപുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ കറയും സ്കിൻ ടാഗ് ഉള്ള ഭാഗത്ത് നമ്മൾ തേച്ച് വയ്ക്കുകയാണെങ്കിൽ സ്കിൻ ടാഗ് മാറും. കണ്ണിന് താഴെയുള്ള സ്കിൻ ടാഗ് ആണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ കറയൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ വീണാൽ കാഴ്ചശക്തി പോലും നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കറയാണുള്ളത്. അപ്പോൾ ഇതും നമ്മുടെ സ്കിൻ ടാഗ് ഉള്ളത് മാറ്റാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് സ്കിൻ ടാഗ് വന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നട്ടു വച്ചേക്കുന്നതാണ് ഈ സസ്യവും കേട്ടോ. പാലുണ്ണി മാറുന്നതിൽ അടുത്ത ടിപ്പായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു സസ്യത്തിൻ്റെ കറ വെച്ചിട്ടുള്ള പ്രയോഗമാണ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. എരിക്കെന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണിത്. ഇതിൻ്റെ കറയും പാലുണ്ണിയുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്. സ്കിന്നിലേക്കൊന്നും ഇതിൻ്റെ കറ പറ്റാതെ നോക്കണം. തുടർച്ചയായി ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ പാലുണ്ണി പൂർണ്ണമായിട്ട് മാറത്തൊന്നുമില്ല കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് താഴെയും കൺപോളയ്ക്ക് മുകളിലും ഉള്ള സ്കിൻ ടാഗൊക്കെ വരുവാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് യൂസ് ആക്കരുത്. കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ കാഴ്ചശക്തിയെ വരെ അത് ബാധിച്ചേക്കാം. സോ നിങ്ങൾ കെയർഫുള്ളായിട്ട് കഴുത്തിന് ചുറ്റും കൈകളിലൊക്കെ ഉള്ള പാലുണ്ണികൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കൊന്നും ഈ ടിപ്പുകൾ നിങ്ങൾ യൂസ് ആക്കരുത്. മുതിർന്നവർക്ക് മാത്രം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഒരു പാക്ക് തയ്യാറാക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതിയാകും. അടുത്ത ടിപ്പിൽ ടീ ട്രീ ഓയിൽ നിങ്ങൾ 1-2 തുള്ളി എടുത്ത് പാലുണ്ണിയുടെ മുകളിൽ തേച്ച് വെച്ചാലും പാലുണ്ണി പെട്ടെന്ന് തന്നെ ഉണങ്ങി അടർന്നു വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഒരു കാര്യം, നിങ്ങളുടെ കണ്ണിന് താഴെയൊക്കെ വരുന്ന സ്കിൻ ടാഗ്സ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡൊന്നും നിങ്ങൾ സ്വീകരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെ പോലും ബാധിക്കും. കണ്ണിന് താഴെയൊക്കെ വെക്കുന്ന ടൈമിൽ അറിയാതെങ്കിലും നമ്മുടെ കണ്ണിലോട്ട് അതിൻ്റെ കറയൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഇഷ്യൂസ് ആവും. സോ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെടികളുടെ കറകളൊന്നും നിങ്ങൾ കണ്ണിന് താഴെ വെക്കരുത്. സ്കിൻ ടാഗ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കുകളാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ 2 പാക്കുകളുണ്ട്. രണ്ടും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള പാക്കുകളാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ പാക്കിൽ നമ്മൾ ഇരട്ടി മധുരം വെച്ചിട്ടുള്ള ഒരു പാക്കാണ് കാണുന്നത്. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മുതിർന്നവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്ക്. ഇതാണ് ഇരട്ടി മധുരം. നമുക്കെല്ലാവർക്കും അറിയാം, സ്വരമാധുര്യത്തിനും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇരട്ടി മധുരം. ഇരട്ടി മധുരം വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇരട്ടി മധുരത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈസറൈസിൻ പാലുണ്ണിയുടെ ഭാഗത്തുള്ള
കോശങ്ങളുടെ അമിത വളർച്ചയെയും തടിപ്പിനെയും തടയുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് മൃതകോശങ്ങളെ നീക്കം ചെയ്യുകയും പാലുണ്ണിയുടെ കാഠിന്യം കുറച്ച് അതിനെ ക്രമേണ ഉണങ്ങി വീഴാൻ പാകത്തിലാക്കുകയും ചെയ്യുന്നു. കൂടാതെ പാലുണ്ണിക്ക് കാരണമാകുന്ന ചില വൈറൽ ബാധകളെ ചെറുത്തു നിൽക്കാനും ഇരട്ടി മധുരത്തിന് സാധിക്കും. ഇരട്ടി മധുരത്തിന് ആൻറ്റി വൈറൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് ചർമ്മത്തിലെ അണുബാധ തടയുന്നതിനും ചർമ്മം സംരക്ഷിച്ച് നിർത്തുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഇരട്ടി മധുരം പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുന്നതിനാവശ്യത്തിന് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേനിലെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ പാലുണ്ണി കൊഴിഞ്ഞു പോകുന്ന ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പാക്ക് രൂപത്തിലാക്കുക. അതിനുശേഷം പാലുണ്ണിയുള്ള ഭാഗം വീര്യം കുറഞ്ഞ സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്തൊന്ന് കഴുകിയതിന് ശേഷം മാത്രം പുരട്ടി കൊടുക്കാവുന്നതാണ്. ദിവസവും 20 to 30 മിനിറ്റ് വരെ ഇത് നിങ്ങളുടെ പാലുണ്ണിയുടെ മുകളിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇളം ചൂടുവെള്ളം കൊണ്ട് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. ഒരു ദിവസം 2-3 തവണ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല ഗുണങ്ങളാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് ലഭിക്കും. ഈ മിശ്രിതം മറ്റു രാസവസ്തുക്കളെ പോലെ അടിയന്തരമായി നമ്മുടെ പാലുണ്ണി മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കല്ല. ഇത് ഒരു ഹോം റെമഡിയാണ്. ഇത് ചെയ്യുമ്പോൾ 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വരെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കുന്നത്. സോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്യണം. എങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു പാക്കായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. രണ്ടാമതായി നമ്മൾ കാണുന്ന ഈ ഒരു പാക്കിലും പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു സ്വാഭാവിക ആൽക്കലൈൻ വസ്തുവാണ്. ഇത് പാലുണ്ണിയുടെ ഉള്ളിലെ ഈർപ്പം വറ്റിച്ച് പാലുണ്ണി ഉണക്കി മാറ്റുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ ഇതിലെ എക്സ്ഫോളിയേറ്റിംഗ് ഗുണങ്ങൾ പാലുണ്ണിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് രണ്ടാമത് നമ്മൾ ചേർത്തിരിക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന റീസനോയിലിക് ആസിഡ് ചർമ്മത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അനാവശ്യമായ കോശ വളർച്ച തടയുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് മൂലം ചർമ്മം കൂടുതൽ വരണ്ട് പൊള്ളലേക്കാതിരിക്കാനും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും ആവണക്കെണ്ണ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പാക്ക് കുട്ടികൾക്ക് യൂസാക്കാൻ പാടില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആവണക്കെണ്ണയാണ്. ഇത് നമുക്ക് 2 സ്പൂണാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും 2 സ്പൂൺ ആവണക്കെണ്ണയാണ് ഇത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. രാത്രിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പാലുണ്ണിയുള്ള ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു മിശ്രിതം പാലുണ്ണിയുള്ള ഭാഗത്ത് മാത്രം പുരട്ടുക. അധികം സ്കിന്നിലേക്കൊന്നും പുരട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് രാവിലെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നിങ്ങൾ 1 മുതൽ 2 ആഴ്ച വരെ തുടർച്ചയായി ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു പാലുണ്ണി തനിയെ അടർന്ന് പൊയ്ക്കോളും. അതുകൂടാതെ പാലുണ്ണി നിങ്ങളുടെ കണ്ണിന് താഴെയോ കൺപോളയുടെ മുകളിലോ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ആക്കരുത്. കുട്ടികൾക്കും ഈ ഒരു പാക്ക് നിങ്ങൾ തയ്യാറാക്കി ഇടാൻ പാടില്ല. ഇത് പതിയെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ പാലുണ്ണി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡിയാണ്. സോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത രാസവസ്തുക്കളൊന്നും ചേർക്കാത്തതിനാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. സോ നിങ്ങൾ 2-3 ആഴ്ചയെങ്കിലും കണ്ടിന്യൂ ആയിട്ട് യൂസ് ആക്കണം. ബേക്കിംഗ് സോഡ നിങ്ങളുടെ കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. കണ്ണിൽ വീണ അപകടകരവും എരിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് തയ്യാറാക്കി ഇടുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കടുത്ത എരിച്ചിലോ പൊള്ളലേൽക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളിത് യൂസ് ആക്കരുത് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ടൂത്ത് പിക്കിലോ അല്ലെങ്കിൽ ബഡ്സിലോ പുരട്ടിയിട്ട് നിങ്ങളുടെ പാലുണ്ണിയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. പാലുണ്ണി അടർന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് മുറിവെണ്ണ അതിൻ്റെ മുകളിൽ പുരട്ടാവുന്നതാണ്. ഇങ്ങനെ സ്കിൻ ടാഗൊക്കെ കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും പിന്നെ അവിടെ ഒരു പാടായിട്ട് വരും. ഈ ഒരു പാട് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് മുറിവെണ്ണ എന്തെങ്കിലും തേക്കാം. അല്ലെങ്കിൽ രക്തചന്ദനവും തേനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുറിവിൻ്റെ പാടുകളൊക്കെ മാറ്റുന്നതിന് വേണ്ടി തേക്കാവുന്നതാണ്.
അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടില്ല. നമ്മൾ തുടർച്ചയായി ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. മേ ബി ഒരാഴ്ചയെങ്കിലും നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ടിപ്സുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്ന 2 പാക്കുകളുണ്ട്, ഇതായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് നാട് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ സ്റ്റോർ ചെയ്ത് നമുക്കിത് യൂസ് ആക്കാനും പറ്റും കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ പോയി കരിച്ചു കളയുന്നതിന് മുന്നേ ഇതുപോലത്തെ റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. മറ്റൊരു വീഡിയോ നാളെ കാണാം. ബൈ.